ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവിൽ ഫലൂദ. ഹെൽത്തി വേസും ആക്കുന്നുണ്ട്, പിന്നെ ഗസ്റ്റ് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കൊടുക്കാനുള്ള ഇതാക്കുന്നുണ്ട്. രണ്ട് രീതിയിലാണ് അതിൽ കാണിക്കാൻ പോകുന്നത്. ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക്സ് എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെ അതിന് വേണ്ടതെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. വറുത്ത അവിൽ കുറച്ച് നെയ്യും ഇതാക്കി അതിൽ വറുത്താൽ മതി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അനാറ്, ബനാന, ഗ്രേപ്സ്, ആപ്പിള്, ചെറിയ ബനാന, അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഓറഞ്ചും വാട്ടർമെലനും എടുക്കാതിരുന്നാൽ മതി. പിന്നെ അനാറ് അത് ഇതിലൊക്കെ ഉണ്ട്, ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ പിസ്ത, വാൾനട്ട്, ഡേറ്റ്സ്, ട്യൂട്ടി ഫ്രൂട്ടി, കോൺഫ്ലെക്സ്, ബ്ലാക്ക് റൈസൻസ്, കാഷ്യൂനട്ട്, പീനട്ട്. കാഷ്യൂനട്ട് പീനട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടുണ്ട്, ബാക്കി സാധാരണ നോർമലായിട്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് പാല്. ഞാൻ ഇതിപ്പോൾ രണ്ട് രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്, ഇതിൽ ഹണിയും. ഹെൽത്തി ആയിട്ടും പിന്നെ ഗസ്റ്റൊക്കെ വന്നാൽ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ട് രീതി കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മറന്നു ഒരു സാധനം കൂടി, കസ്കസ്. ഇതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലത്തെ ഒരു നീളമുള്ള ഗ്ലാസ് എടുത്ത് അതിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ സ്ട്രോബെറിൻ്റെ എസൻസാണ്, സിറപ്പാണ്. നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് അത് പരമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. വീട്ടോ എന്താ വേണ്ടതെന്ന് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു ഡെക്കറേഷൻ്റെ ഭാഗമാണ്. അതിൽ ഫസ്റ്റ് അവിലിടാം. ഒരു 3 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ് ഇടാം. ഈ ഗ്ലാസ്സിന് കണക്കായിട്ടിട്ടാൽ മതി. കുട്ടികൾക്ക് ഇപ്പം പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. ഈ ഒരു അവസ്ഥയിൽ ആരും പുറത്ത് പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പീനട്ട്, വാൾനട്ട്, പിസ്ത, കാഷ്യൂ, ഡേറ്റ്സ്, ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് കോൺഫ്ലെക്സ്, പിന്നെ മുന്തിരി. പിന്നെ ഞാൻ ഫസ്റ്റ് ഹെൽത്തി വൈസ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഹണി ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർത്തിട്ട് കൊടുക്കുക. അതിങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് നല്ല ഫുള്ളായിട്ട് ഒഴിക്കണേ. അതിൽ ബേസ് ഈ കസ്കസ് ഇട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ഇട്ടോ. വീണ്ടും അതിലേക്ക് കുറച്ച് അവിലിട്ട് പിന്നെയും കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് കുറച്ച് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക അടിപൊളിയാക്കാം. ഇങ്ങനെയെല്ലാം മക്കളെ ഇതിൽ വയറ്റി പോവും ഇതൊക്കെ ഇട്ട് കൊടുത്താൽ. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഹണി ഒഴിക്കാം. ഓക്കെ, കാണാൻ സൂപ്പർ അല്ലേ? കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നില്ല എല്ലാവർക്കും. ഞാൻ പറഞ്ഞില്ലേ രണ്ട് രീതിയിൽ ഞങ്ങൾക്ക് ഇതാക്കാമെന്ന് പറഞ്ഞു, സെർവ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഗസ്റ്റ് വന്നാൽ ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ചേർക്കുന്നത് ഐസ്ക്രീമും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും ആണ്. ഇത് രണ്ടും ഇപ്പോൾ എക്സ്ട്രാ ചേർക്കുന്നത്. ബാക്കി സെയിം തന്നെയാണ്. നല്ല കാണിച്ചു തരാം ഒന്നും കൂടി. അതിലും ഇങ്ങനെ ഇത് ചേർക്കാം, സ്ട്രോബെറി സിറപ്പ് ചേർക്കാം. അതിലിങ്ങനെ അവിൽ 2 സ്പൂൺ അവിലിടാം, 2 3 ഫ്രൂട്ട്സ് ഇടാം. ഫ്രൂട്ട്സ് എല്ലാം നല്ലോണം ഇട്ടോട്ടാ. ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. പീനട്ട്, വാൾനട്ട് സെയിം തന്നെയാണ്. ഈ മിൽക്ക് മെയ്ഡിൻ്റെ പാലിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതിൽ
ഞങ്ങൾക്ക് ഐസ്ക്രീം, ഒരു സ്കൂപ്പ് ഐസ്ക്രീം. ഒന്നോ രണ്ടോ സ്കൂപ്പ് ഇടാം. ഗസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കണ്ടേ, നമുക്കൊന്ന് നെട്ടിക്കണ്ടേ ഇതെല്ലാം കൊടുത്തിട്ട്. അതുപോലെ തന്നെ വാൾനട്ട്, അനാറ്. ഇതിപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്ന പോലെ ഇതാക്കണം, നിങ്ങൾക്ക് ഇഷ്ടപോലെ കൊടുക്കാം കേട്ടോ. കസ്കസ്, പിന്നെ ഞങ്ങളെ ബട്ടർ സ്കോച്ച്. ഞങ്ങളെ അവിൽ ഫലൂദ റെഡി ആയിട്ടുണ്ട്. എന്തായാലും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇപ്പോൾ കുട്ടികളെ വെക്കേഷനല്ലേ, പിന്നെ നാട്ടിൽ നല്ല ചൂടുമെന്ന് പറയുന്നത് കേട്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം, ടേസ്റ്റ് പറയാം, കമൻസിലൂടെ പറയാം, പിന്നെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഞങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെന്താ പറയുക, പുറത്ത് പോയി കുടിക്കുന്നതിനേക്കാളും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഞങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് സന്തോഷമല്ലേ. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ആരും ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഇവിടെ എൻ്റെ മക്കളൊന്നും പുറത്തിറങ്ങാറേ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ നടത്തും. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.